ഒരു രാത്രി ദൈവപിതാവിനോട് വർത്തമാനം പറഞ്ഞാൽ പുലർച്ചയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ചെയ്തിരുന്നില്ല. ആ തുടർച്ചയിൽ നിന്നാണ് ഓരോ വൈദികനും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജനങ്ങളോട് ബന്ധമില്ലാത്ത വൈദികരെ ജനങ്ങൾ തന്നെ വിമർശിക്കുന്നതിൻ്റെ കാരണവും അതാണ്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവരെ കേൾക്കാനുള്ള സമയം, അവരോട് കൂട്ടത്തിൽ നടക്കാൻ, ഒന്നിച്ച് തീരുമാനമെടുക്കാൻ എല്ലാമുള്ള ആ കാര്യങ്ങളുടെ വ്യക്തിത്വപരമായ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മധ്യഭാഗം. ഈശോയുടെ പെരുമാറ്റ രീതി, ഈശോയുടെ നിലപാട്, ജീവിതശൈലി, സ്വഭാവം എല്ലാം അതായിരുന്നു. എപ്പോഴും ജനങ്ങളോടൊത്ത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഈശോ. അതുകൊണ്ടാണ് രോഗികളെല്ലാം ഈശോയുടെ അടുക്കൽ വരാനായിട്ട് ആഗ്രഹിച്ചത്, ഈശോയെ തൊടാനായിട്ട് ആഗ്രഹിച്ചത്. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ വീണ് നിലവിളിച്ച് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നതെല്ലാം അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഭാഗം. അത് ഈശോ ജനമധ്യത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. കാർമികൻ ബലിപീഠത്തിൽ നിൽക്കുമ്പോഴും ഈ ബേമായിൽ നിൽക്കുമ്പോൾ അതാണ്. പൊതുജനങ്ങളുടെ നടുവിൽ നിന്ന് ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഭാഗമാണ് ഈ ബേമ. ഈശോ ലോകത്തിൽ ഗലീലിയായിൽ നിന്ന് ദൈവവചനം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. അതാണ് ലിറ്റർജി ഓഫ് ദ വേർഡ്, വചന ഭാഗം, വചന പ്രഘോഷണം എന്ന പേരിൽ നമ്മൾ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഈശോയുടെ വേറൊരു നിലപാടാണ്. എല്ലാ സുവിശേഷകന്മാരും അത് പറയുന്നുണ്ട്. ഈശോ മലമുകളിലേക്ക് കയറി രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പുലർച്ചയിൽ താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ 12 പേരെ പേര് ചൊല്ലി വിളിച്ചു. ആ 12 പേരുടെ പേരുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. നമുക്ക് സുപരിചിതമായ പേരുകളാണ്. ഓരോ പേരിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനതിലേക്കെല്ലാം പോയി നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഓരോ വാക്കിന്, തോമ എന്ന വാക്കിന്, പത്രോസ് എന്ന വാക്കിന്, ബർത്തുൽമ എന്ന വാക്കിന്, അതിനെല്ലാം എബ്രായ ഭാഷയിൽ ഉരുപിടി അർത്ഥങ്ങളുണ്ട്. കുറേയൊക്കെ നമ്മൾ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈശോ ഒരു മാതൃക കാണിച്ചു തരുന്നത്, നമുക്കൊരു വലിയ തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ ഒരു രാത്രി പ്രാർത്ഥിച്ചാൽ മതി. സ്പെൻഡ് എ നൈറ്റ് ഇൻ പ്രേയർ. ഇൻ ദ മോർണിംഗ് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ഒരു രാത്രി പ്രാർത്ഥനയിൽ ചെലവഴിച്ചാൽ, ദൈവപിതാവിനോട് വർത്തമാനം പറഞ്ഞാൽ പുലർച്ചയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഏത് ജോലിക്ക് ആരെ നിയോഗിക്കണമോ അവരുടെ പേരുകളും കിട്ടും. അങ്ങനെ മലമുകളിലിരുന്ന് പ്രാർത്ഥിച്ച് താഴെ വന്ന് ആരോടും കൺസൾട്ട് ചെയ്യാണ്ട് 12 പേരെ വിളിച്ച് ശിഷ്യന്മാരാക്കുകയാണ്. ആ വിളിയുടെ തുടർച്ചയിലാണ് നമ്മളും ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് 12 പേരെ വിളിച്ചത് 3 ഉദ്ദേശത്തോടു കൂടിയാണ്. 1, കൂടെയായിരിക്കണം. 2, പ്രസംഗിക്കാൻ അയക്കപ്പെടണം. 3, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ കരുത്ത് വേണം. ഇങ്ങനെ 3 കാര്യമാണ്. കൂടെയായിരിക്കണം, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ കരുത്ത് വേണം, എവിടെ പോയും പ്രസംഗിക്കാൻ മനസ്സ് വേണം. ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനം. കൂടെയായിരുന്നാൽ മാത്രമേ നമുക്ക് അകലെ പോകുമ്പോഴും കാര്യമുള്ളൂ. പിശാചുക്കൾ അനുസരിക്കണമെങ്കിൽ ഈശോയുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കണം. ശാരീരികമായ അടുപ്പത്തെക്കാൾ മാനസികമായ ആത്മീയമായ അടുപ്പമാണ്. അകലെ പോകുമ്പോഴും കൂട്ടത്തിലിരിക്കണം. പിശാചുക്കൾ മറിഞ്ഞു വീഴുമ്പോഴും നമ്മൾ ഈശോയുടെ കൂട്ടത്തിലിരിക്കണം. കൂടെ ആയിരിക്കുന്നവരും മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളുമൊക്കെ ഈ ദേവാലയത്തിൽ 125 വർഷങ്ങളായിട്ട് ഈശോയുടെ കൂടെ ഇരിക്കുന്നവരാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ ഈശോയുടെ കൂട്ടത്തിൽ
നമ്മെ ഇരുത്തി, കൂട്ടത്തിലിരുത്തി വളർത്തി. ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പരാജയങ്ങൾ വരുന്നത് ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ്. ഈശോയുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ആ മേഖലയിൽ പലപ്പോഴും നമുക്ക് വലിയ ദാരിദ്ര്യമുണ്ട്. ഏറ്റവും വലിയ ദാരിദ്ര്യം അതാണ്. ഈശോ കൂട്ടത്തിലില്ലെങ്കിൽ നമുക്ക് ഒരു പിശാചിനെയും ഒഴിവാക്കാൻ, ഒഴിപ്പിച്ച് വിടാൻ പറ്റില്ല. പിശാചുക്കളെ ഒഴിവാക്കുമ്പോഴും ശിഷ്യന്മാർ അത് വളരെ വലിയ കൗതുകത്തോടുകൂടി കർത്താവിൻ്റെ പക്കൽ വന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ ആ അമിതാവേശം വേണ്ട. പിശാചുക്കള് ഒഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടല്ലോ, അവര് ഉന്നതത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. അത് നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ഞാൻ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ്, ഞാനിത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിച്ചുവെന്ന് നിങ്ങൾ വലിയ സെന്റിമെന്റ്സോടുകൂടി ആവർത്തിക്കേണ്ട കാര്യമില്ല, ഞാനത് കാണുന്നുണ്ട്. വീണ്ടും ഈശോ അവിടെ പറഞ്ഞല്ലോ, ഈ അമിതാഹ്ലാദമല്ല ഒരു ശിഷ്യനും വേണ്ടത് ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടാൻ യോഗ്യമായി തീരുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. വലിയൊരു തിരുത്തലാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്. സ്ക്രിപ്ത ഇൻ ചേളും, സ്വർഗത്തിൽ എഴുതപ്പെടട്ടെ നോമൻ, നിങ്ങളുടെ പേരുകൾ. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മുടെ ഈ അധ്വാനവും ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും എല്ലാം നടത്തിയിട്ട് നമുക്ക് സ്വർഗം കിട്ടുന്നില്ലെങ്കിൽ എത്രയോ വലിയ നഷ്ടമാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഓരോ പരിശുദ്ധ കുർബാനയും എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വഴി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രായോഗികമായ മാനമാണ് തിരുക്കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത്. ആ കുടുംബത്തിൻ്റെ പ്രാധാന്യം ഞാനിതിലേക്ക് ഇറങ്ങി കൂടുതൽ സമയമെടുക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നല്ല വീട് ഉണ്ടായിരിക്കണം, നല്ല അപ്പൻ, നല്ല അമ്മ, നല്ല മകൻ അല്ലെങ്കിൽ മകൾ. പ്രാർത്ഥനാപൂർവം കൂട്ടത്തിലായിരിക്കുന്ന അപ്പനും അമ്മയും. യോസേപ്പ് മറിയത്തെ കാത്തത് പരിശുദ്ധ സക്രാരിയിലിരിക്കുന്ന വിശുദ്ധ കുർബാന പോലെയാണെന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് യോസേപ്പ് മറിയത്തെ സമീപിച്ചത്. നമ്മുടെ പരിശുദ്ധ കുർബാന എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് യോസേപ്പ് മറിയത്തെ സമീപിച്ചത്.